അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്ദേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാ സഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽകുണ്ടലം മന്ദഹാസസ്യന്താർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഘോ ഗൃഹീത്വാ മായാമയൗക പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ
തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ നാരായണ. ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണീയ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു ബ്രേക്കായിരുന്നു അല്ലേ? 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരുന്നു. ഇന്ന് 51ാമത്തെ ക്ലാസ്സാണ് നാരായണീയം. ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് ധ്രുവചരിതം എന്ന ഭാഗം നമ്മൾ കുറച്ച് വിശദമായി തന്നെ കണ്ടു. അത്യാവശ്യം ഭാഗവതത്തിൽ നിന്നുള്ള ഭാഗങ്ങളും നമ്മളതിൽ ചിന്ത ചെയ്തു. ധ്രുവചരിതത്തിൻ്റെ താല്പര്യം ഓർമ്മയുണ്ടാവും. ഗുണവൈഷമ്യം കൊണ്ടുണ്ടാകുന്ന സൃഷ്ടി വൈപരീത്യങ്ങൾ അത് ഒഴിവാക്കാൻ ഭഗവത് സ്മരണ അത് തന്നെയാണ് വഴി. അപ്പം ഈ ലോകം നമ്മുടെയൊക്കെ വിഷമഗുണങ്ങളുടെ ഒരു സഞ്ചയമാണ്, ഒരു സംഘാതമാണ്. എൻ്റെയും നിങ്ങളുടെയും ലോകത്തിലുള്ള എല്ലാവരുടെയും ഗുണവൈഷമ്യങ്ങളുടെ സൃഷ്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സത്വഗുണം അല്ലെങ്കിൽ രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച് അവരവരുടേതായിട്ടുള്ള ലോകങ്ങൾ സൃഷ്ടിക്കുന്നു, അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്ത് പല അനന്തര വൈഷമ്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ഗുണവൈഷമ്യം കൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് കൂടുതൽ വൈഷമ്യങ്ങളെ ഉണ്ടാക്കി സംസാരത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സംസാരം വർദ്ധിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഗുണവൈഷമ്യങ്ങളെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഗുണങ്ങളെ സമാവസ്ഥയിലാക്കുകയാണ് വേണ്ടത്, അഥവാ ഗുണാതീതരാവുകയാണ് വേണ്ടത്. നമ്മൾ ഗുണങ്ങൾക്ക് അതീതരാവുമ്പോഴാണ്
നമ്മുടെ സൃഷ്ടി കൊണ്ട് ലോകത്തിന് ദോഷം ഉണ്ടാവാതിരിക്കുക, നമ്മുടെ പ്രവൃത്തികൾ ലോകത്തിന് ഉപകാരപ്രദമായി തീരുക. അങ്ങനെ ഗുണാതീതന്മാരായ മഹാത്മാക്കളുടെ പ്രവൃത്തിയാണ് ഈ ലോകത്തെ ശാന്തിയിലേക്ക്, സ്വസ്ഥതയിലേക്കൊക്കെ നയിക്കുക. അല്ലാത്ത പ്രാകൃതന്മാരുടെ, മൂഢന്മാരുടെ, ഗുണവൈഷമ്യത്താൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർക്കും അവനവനും ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, വിഷമങ്ങൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഗുണാതീതരാവാനുള്ള വഴി സത്വഗുണം ആർജിക്കുക, ഭഗവാനെ ഭജിക്കുക, ഭക്തി വളർത്തുക. അതാണ് ധ്രുവചരിതത്തിലൂടെ കാണിച്ചു തന്നത്. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പോലും ധ്രുവന്റെ ഉള്ളിലെ രജോ ഗുണം മാറിയില്ലായിരുന്നു. അതാണ് യക്ഷന്മാരോട് യുദ്ധം ചെയ്ത് അനേക യക്ഷന്മാരെ ഹിംസിച്ചത്. പിന്നീട് സ്വയംഭുവ മനു വന്നു. അദ്ദേഹം വന്ന് പൗത്രനെ വേണ്ട രീതിയിൽ ഉപദേശിച്ചു. ആ ഉപദേശങ്ങൾ കേട്ടപ്പോഴാണ് ധ്രുവന് തൻ്റെ അബദ്ധം മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് വിരമിക്കുന്നതും ആ സമയത്ത് കുബേരൻ പ്രസാദിക്കുന്നതും, ആ കുബേരൻ ധ്രുവനോട് പറഞ്ഞു, ഇതെല്ലാം കാലസ്വരൂപനായ ഈശ്വരൻ്റെ ലീലകളാണെന്ന് കരുതിക്കോളൂ. എൻ്റെ കൂട്ടത്തിൽ ഒരു യക്ഷൻ അങ്ങയുടെ സഹോദരനെയും കൊന്നിട്ടില്ല, അങ്ങ് എൻ്റെ കൂട്ടത്തിലുള്ള യക്ഷന്മാരെയും കൊന്നിട്ടില്ല എന്ന് ഞാൻ കണക്കാക്കിക്കോളാം. അതുകൊണ്ട് അങ്ങക്ക് എന്താ വരം വേണ്ടെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് ധ്രുവൻ കുബേരനോട് ആവശ്യപ്പെട്ടത് ഭഗവാനിൽ ഇളകാത്തതായിട്ടുള്ള ഭക്തി തന്ന് അനുഗ്രഹിക്കണം എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭക്തി വളർന്നാൽ മാത്രമേ, നമ്മുടെ ഉള്ളിൽ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായാൽ മാത്രമേ നമ്മുടെ പ്രവൃത്തി ദോഷങ്ങൾ മാറുകയുള്ളൂ. ഗുണവൈഷമ്യം കൊണ്ടുള്ളതായിട്ട് നമ്മുടെ പ്രവൃത്തികൾ കുറയുകയുള്ളൂ. അപ്പോൾ ഭക്തി വളരട്ടെ, നമുക്കൊക്കെ ആ ഭഗവാനിലുള്ളതായിട്ടുള്ള പ്രേമം വളരട്ടെ. അങ്ങനെ നമ്മുടെ രാഗദ്വേഷങ്ങൾ കുറയട്ടെ, നമ്മുടെ സ്വാർത്ഥത കുറയട്ടെ, നമ്മുടെ അഹങ്കാരം കുറയട്ടെ. എല്ലാവർക്കും ആ ഭക്തിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇനി തുടർന്ന് നാരായണീയം 18-ാം ദശകത്തിൽ പൃഥുചരിതം എന്നുള്ള ചരിതമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ് പൃഥുചരിതം. കൃഷ്ണാവതാരം കഴിഞ്ഞാൽ പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും വർണ്ണിച്ചിട്ടുള്ള ഒരു അവതാരം, വിസ്തരിച്ചിട്ടുള്ള ഒരു അവതാരം പൃഥു അവതാരത്തെക്കുറിച്ചാണ്, അഥവാ പൃഥുചരിതത്തെക്കുറിച്ചാണ്. 10 അധ്യായങ്ങളിലാണ് ശ്രീമദ് ഭാഗവതം പൃഥുചരിതം അവതരിപ്പിച്ചിട്ടുള്ളത്. ആ 10 അധ്യായങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ മേൽപ്പത്തൂര് ഒരു ദശകം കൊണ്ട് 10 ശ്ലോകങ്ങളെ കൊണ്ട് ചുരുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് പൃഥുചരിതം. ആദ്യം നമുക്കൊന്ന് ആ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം, എന്നിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൃഥുചരിതം. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുതഃ സവേന നാമാ യദ്ദോഷവ്യദിതമതിസ്സരാജവർയഃ ത്വൽപാദേ നിഹിതമനാ വനം ഗതോഭൂത് പാപോപി ക്ഷിതിതലപാലനായ വേനഃ പൗരാദ്യൈർ ഉപനിഹിത കഠോരവീര്യഃ
സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗൽസീദ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി തുന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായിവേനഃ. തന്നാശാദ്ഖലജനഭീരുകൈർമുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമതിദാദോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമതിദേ ത്വമാവിരാസീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യഃ വേനാർദ്യാ കപളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീഃ. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനൂം അദൂദുഹസ്ത്വം. ആത്മാനം യജതി മഗൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ സതതമവാജിമേദയാഗേ സ്പർദ്ധാലു ശതമഗയേത്യനീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വർണ്ണൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷതാ സ്വയം സ്വം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കദാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. വിജ്ഞാനം സനകമുഖോദിതം ദദാനഃ സ്വാത്മാനം സ്വയമഗമോ വനന്ദസേവി തത്താദൃക്പൃഥുവപുരീശ സത്വരം മേ രോഗൗഗം പ്രശമയ വാതഗേഹവാസിൻ. തത്താദൃക്പൃഥുവപുരീശ സത്വരം മേ രോഗൗഗം പ്രശമയ വാതഗേഹവാസിൻ. രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഹരി ഓം. നാരായണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ ധ്രുവചരിതം കഴിഞ്ഞ് പിന്നെ വരുന്ന പ്രധാന ചരിതമാണ് പൃഥുചരിതം. ആ പൃഥുചരിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ധ്രുവവംശത്തിലെ 2 രാജാക്കന്മാരുടെ കഥ
ഓരോരോ അധ്യായത്തിൽ ചുരുക്കി പറയുന്നുണ്ട്. അത് പറയാനൊക്കെയുള്ള കാരണം ആ ധ്രുവന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് ആ ധ്രുവന്റെ മഹിമ ഭഗവാന്റെ ഭക്തനായി തീർന്ന് അവസാനം ഭഗവാന്റെ പാർഷദന്മാർ തന്നെ വന്ന് വിമാനത്തിൽ ധ്രുവനെ വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോയി ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാനായി ലോകത്തിൻ്റെ മൊത്തം കേന്ദ്രമായി ധ്രുവം പദം എന്നുള്ളതായിട്ടുള്ള പദവിയിൽ ആ ധ്രുവനെ പ്രതിഷ്ഠിച്ചു. അപ്പം അങ്ങനെയുള്ള ആ ധ്രുവന്റെ മഹത്തായ ചരിതം നാരദ മഹർഷി പ്രചേതസ്സുകൾക്കായി കൊണ്ട് ഉപദേശിച്ചു, പ്രചേതസ്സുകളുടെ സഭയിൽ പാടി എന്ന് മൈത്രേയ മഹർഷി വിതുര മഹാശയനോട് പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദ്യം ചെയ്യുകയാണ്, ആരാണ് ഈ പ്രചേതസ്സുകൾ എന്ന്. അപ്പൊ ആ പ്രചേതസ്സുകൾ ആരാണ് എന്ന് അറിയിക്കാൻ, ആ പ്രചേതസ്സുകളുടെ ആ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ പ്രചേതസ്സുകളുടെ പൂർവീകരായ ആളുകളുടെ കഥ പറയുകയാണ്. അപ്പൊ ധ്രുവന്റെ വംശത്തിൽ തന്നെ വന്ന് പിറക്കുന്നവരാണ് ഈ പ്രചേതസ്സുകൾ. ആ ധ്രുവന്റെ വംശത്തിൽ ആ പ്രചേതസ്സുകൾ എങ്ങനെയാണ്, ഏത് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് എന്ന് പറയാൻ വേണ്ടി ധ്രുവന്റെ വംശത്തിലുള്ള മറ്റൊരു പ്രമുഖനായ രാജാവിനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ പൃഥുവിൻ്റെ ചരിത്രം പറഞ്ഞ് പൃഥുവിൻ്റെ വംശത്തിൽ തന്നെ ജനിക്കുന്ന എന്താ പറയുക പ്രാചീന ബർഹിസ് എന്നൊരു രാജാവിൻ്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടാണ് പ്രചേതസ്സുകൾ ജനിക്കുന്നത് എന്ന് പറയാൻ, ആ പ്രചേതസ്സുകളിലേക്ക് വരാനായിക്കൊണ്ട് ഒരു ചെയിനായിട്ട് ധ്രുവന്റെ വംശത്തെ അവതരിപ്പിക്കുകയാണ്. ആ ധ്രുവവംശം പറയുന്നതിനേക്കാൾ ഇവരിലൂടെ നമ്മളെയും നമ്മളെ ഉയർത്തി പ്രചേതസ്സുകളാക്കാൻ കൂടിയാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശ്യം. നമ്മളും പ്രചേതസ്സുകളാവണം. പ്രചേതസ്സുകൾ എന്നാൽ പ്രകർഷേണ നല്ല ചേതസ്സുള്ളവർ, ചിത്തമുള്ളവർ, ശുദ്ധ അന്ധക്കരണന്മാർ, നിഷ്കളങ്കർ, നിസ്സംഗർ എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പം അങ്ങനെയുള്ള പ്രചേതസ്സുകളുടെ അവസ്ഥയിലേക്ക് നമ്മളെയും ഉയർത്താനായിക്കൊണ്ട് പടിപടിയായിട്ട് ഇപ്പോൾ ദക്ഷനിൽ നിന്ന് ധ്രുവനിലേക്ക് എത്തി, ഇനി ധ്രുവനിൽ നിന്ന് പൃഥുവിലേക്ക് എത്തും, പൃഥുവിൽ നിന്ന് പ്രചേതസ്സുകളിലേക്ക് എത്തും. അപ്പൊ പടിപടിയായി ഉയർത്തുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ പ്രചേതസ്സുകളെ പറയാൻ വേണ്ടി ആ കഥയെ അല്ലെങ്കിൽ ആ പരമ്പരകളെ വർണ്ണിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ധ്രുവവംശത്തിൽ ഉണ്ടായ ഒരു മഹാനായ രാജാവായിരുന്നു അങ്കൻ എന്ന്. ആ അംഗരാജാവിന് സന്തതികളില്ലായിരുന്നു. അദ്ദേഹം പിന്നീട് ബ്രാഹ്മണരായ മഹാത്മാക്കളെ സമീപിച്ച് അദ്ദേഹത്തിന് പുത്രനുണ്ടാവണം എന്നുള്ളതായിട്ടുള്ള ദൃഢ സങ്കല്പത്തോടുകൂടെ ഒരു യാഗം ചെയ്യിക്കുകയും അതിൽ നിന്ന് വരുന്ന ഹവിസ് ഭക്ഷിച്ച് തൻ്റെ ഭാര്യയ്ക്ക് ഗർഭം ധരിക്കുകയും അതാണ് പിന്നീട് വേനൻ എന്നൊരു പുത്രൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം ഈ അംഗരാജാവിന് പുത്രസുഖം അദ്ദേഹത്തിന് പ്രാരബ്ധമില്ല, എന്നിട്ടും അദ്ദേഹം നിർബന്ധപൂർവം ഒരു യാഗം ചെയ്യിച്ച് അതിൽ നിന്നുണ്ടാക്കിയ പുത്രനാണ് ഈ വേനൻ. അപ്പൊ പുത്രസുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അദ്ദേഹത്തിന് വന്ന് പിറന്ന പുത്രൻ ജന്മനാ തന്നെ ഒരു ക്രൂരനായിട്ടുള്ള പുത്രനായിരുന്നു.
അങ്ങനെ അംഗരാജാവ് നല്ലവനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രൻ വളർന്നു വരുന്നത് വളരെ നീച സ്വഭാവത്തോടു കൂടി. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാരെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിടുക, അതുപോലെ പ്രാണികളെ ഹിംസ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടകൃത്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ വളർന്നു വരുന്നത്. അങ്ങനെ വളരും തോറും വേനന്റെ പ്രവൃത്തികളുടെ വ്യാപ്തി കൂടിക്കൂടി വരികയാണ്, ദുഷ്ടത്തരം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും ഇരിക്കപ്പൊറുതിയില്ലാതാവുന്ന ഒരവസ്ഥയുണ്ടാവുകയാണ്. കാരണം രാജകുമാരനും കൂടിയാണ്. അപ്പോൾ ആർക്കും എതിർക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ശക്തിയുമില്ല. രാജകുമാരൻ തന്നെ കൊള്ളരുതായ്മകൾ കാണിക്കുകയാണ്, അല്ലെ? നമ്മുടെ ഇന്നത്തെ രാജകുമാരന്മാർ കാണിച്ച് ഇപ്പൊ ജയിലിലെത്തിയത് നമുക്കറിയാലോ. അത് കേന്ദ്രത്തിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരിപ്പോഴും രാജകുമാരന്മാരായി തുടർന്നേനെ, അല്ലേ? രാജ്യത്തെ മുടിപ്പിച്ചുകൊണ്ട് കഞ്ചാവും കള്ളക്കടത്തും എല്ലാ കൊള്ളരുതായ്മകളും നടത്തി ഇന്നത്തെ രാജകുമാരന്മാര് ഇപ്പൊ ദിവസവും നിറഞ്ഞു നിൽപ്പുണ്ടല്ലോ. ന്യൂസിലൊക്കെ, പത്രവാർത്തകളിലും TV ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലേ? അച്ഛൻ്റെ മക്കൾ. അപ്പോൾ അതുപോലെ അവർ ചെയ്യുമ്പോൾ ആർക്കും ഒന്നും എതിർക്കാൻ പറ്റില്ല. അവർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് എല്ലാ ശക്തിയുമുണ്ട്. അപ്പം അതുപോലെ ഈ വേനൻ എന്ന് പറഞ്ഞ പുത്രന്റെ ദ്രോഹം രാജ്യത്ത് സഹിക്കാനാവാതെ പ്രജകൾ അടിക്കടി വന്ന് രാജാവിനോട് മുഖം കാണിച്ചുകൊണ്ട് അവരുടെ ആവലാതികൾ പറഞ്ഞു. ഇങ്ങനെ അത് കേട്ട് എത്ര തിരുത്തിയാലും മകൻ തിരുത്തുന്നില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ ആ രാജാവ്, അംഗരാജാവ്, വൈരാഗ്യം വന്നു അദ്ദേഹത്തിന്. പുത്രനെ ആഗ്രഹിച്ച് ജനിപ്പിച്ച പുത്രനാണ്. പുത്രനില്ലാത്ത ദുഃഖമുണ്ടായിരുന്നു, ഇപ്പൊ പുത്രനാണ് ദുഃഖം എന്നുള്ള അവസ്ഥയിലായി. അങ്ങനെ ഇങ്ങനൊരു നീചപുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് വൈരാഗ്യം വേഗം വന്നു. പുത്രനോട് യാതൊരു മമതയും ഭാര്യ മക്കളോടൊന്നും യാതൊരു സംഘവുമില്ലാതെ അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം രാത്രി ഭാര്യയും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോടും യാത്ര പറയാതെ കാട്ടിലേക്ക് പോയി. അദ്ദേഹം കാട്ടിൽ ചെന്ന് വൈരാഗ്യത്തോടെ ഭഗവാനെ തപസ്സനുഷ്ഠിച്ച് ഭഗവത് പദം പ്രാപിച്ചു എന്നുള്ള ആ അങ്കന്റെ കഥ പറയുന്നു. അതിനുശേഷം വേനൻ എന്ന ദുഷ്ടനായിട്ടുള്ള രാജാവിന്റെ കഥ പറയുന്നു. അപ്പൊ അതൊക്കെ നാരായണീയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം, ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം, എന്നിട്ട് പറയാം. അപ്പൊ എന്തായാലും 2 പ്രാവശ്യം പറയാതെ കഴിക്കാം. അപ്പൊ നോക്കാം. ആ പൃഥുചരിതത്തിലേക്ക് വരാൻ ആദ്യം അംഗചരിതം, പിന്നെ വേനചരിതം. അത് കഴിഞ്ഞിട്ടാണ് 4-ാം ശ്ലോകത്തിലാണ് പൃഥുവിന്റെ അവതാരം പറയുന്നത്. പൃഥു ആവിർഭവിക്കുന്നതിനെ കുറിച്ച് 4-ാം ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പൊ 3 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 3.5 ശ്ലോകങ്ങൾ അംഗവേന ചരിതങ്ങൾ നോക്കാം. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേ അംഗസ്യ വ്യജനിസുതസ്സവേന നാമ യദ്ദോഷവ്യതിതമതിസ്സ രാജവർയഃ ത്വൽപാദേ നിഹിതമനാ വനം ഗതോഭൂത്. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേ അംഗസ്യ വ്യജനിസുതസ്സവേന നാമ യദ്ദോഷവ്യതിതമതി സ രാജവർയഃ ത്വൽപാദേ നിഹിതമനാ വനം ഗതോഭൂത്. ജാതസ്യ ധ്രുവകുലേ ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനി സുതഃ സഹ വേനനാമ. അപ്പൊ ഇവിടെ ധ്രുവകുലേ ജാതസ്യ ധ്രുവകുല എന്നുള്ളത്, കുല എന്നുള്ളത് കുലേ എന്നുള്ളത് ലോപിച്ചതാണ്.
ധ്രുവകുലത്തിൽ എന്നത്. കാരണം ഏവ എന്നുള്ള സ്വരാക്ഷരം പിന്നീട് വന്നപ്പോൾ ഏകാരം വന്നപ്പോൾ ധ്രുവകുലേ എന്നുള്ളതിലെ ഏകാരം ലോപിച്ചു പോയി ധ്രുവകുല എന്നായി മാറി. അപ്പൊ അന്വയിക്കുമ്പോൾ വേർതിരിക്കുമ്പോൾ പദച്ഛേദം ചെയ്യുമ്പോൾ ധ്രുവകുലേ ജാതസ്യ, ധ്രുവകുലത്തിൽ ജാതനായ തുംഗകീർത്തേഹേ അംഗസ്യ, തുംഗകീർത്തിയായ അംഗന്റെ അല്ലെങ്കിൽ അംഗന്, അംഗന് എന്നുള്ള അർത്ഥത്തിലാണ് ഷഷ്ടി. അപ്പൊ തുംഗകീർത്തേഹേ എന്ന് പറഞ്ഞാലോ വളരെ പ്രസിദ്ധനായ എന്നർത്ഥം. അംഗരാജാവ് വളരെ മഹാനായിരുന്നു, ഉത്തമനായിട്ടുള്ളൊരു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പുത്രന്മാരില്ല എന്നുള്ള ഒറ്റ ദുഃഖം കൊണ്ട് അദ്ദേഹം പുത്രകാമേഷ്ടി ചെയ്ത് അതിലൂടെ വരുത്തി വെച്ച വനയാണ്. മഹാത്മാക്കൾ പലരും അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് തലയിലെഴുത്തില്ല, പുത്രസുഖം അനുഭവിക്കാനുള്ള യോഗം അങ്ങേക്ക് ഇല്ല, അതുകൊണ്ട് വേണ്ട, അങ്ങേക്ക് പുത്രന്മാർ വേണ്ട എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒരേ വാശി, നിർബന്ധം. അപ്പൊ അതും ഒരു ഗുണവൈഷമ്യം അല്ലെ? അംഗന്റെ ഗുണവൈഷമ്യത്തിൽ നിന്നുണ്ടായ സന്തതിയാണ് ആര്? വേനൻ. നോക്കൂ, അതുകൂടി നമുക്ക് കാണിച്ചു തരുന്നു. അപ്പൊ നമുക്കും ആവശ്യമില്ലാത്തതൊക്കെ വേണമെന്ന് നിർബന്ധം തോന്നിയാൽ, നമ്മൾ എന്നിട്ട് അതിലേക്കൊക്കെ ചാടി വീണാൽ അതിന്റെ ദുരന്ത ഫലങ്ങള് എന്തൊക്കെ ആയിരിക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഈശ്വര നിശ്ചയത്തിന് കാര്യങ്ങളെ വിട്ട് വരുന്നതൊക്കെ എതിർച്ചാലാപ സന്തുഷ്ടരായി അനുഭവിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ അംഗരാജാവിന് എത്ര നല്ല ആളായിരുന്നിട്ടും ഒരു ദോഷം, മകനില്ല എന്നുള്ളതായിട്ടുള്ള ദുഃഖം. അദ്ദേഹത്തിന് നാട്ടിലെ ഏതെങ്കിലും കുട്ടികളെ തൻ്റെ മകനായി വളർത്തിക്കൂടായിരുന്നു? നല്ല കുട്ടികളെ നോക്കിയിട്ട്. രാജധർമ്മം അതല്ലേ പറയുന്നത്? ഏറ്റവും യോഗ്യരായിട്ടുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ച് തൻ്റെ ദത്തപുത്രനായി വളർത്താമായിരുന്നു. അല്ലെങ്കിൽ നാട്ടിലുള്ള പ്രജകളെ മുഴുവൻ മക്കളായി കാണാമായിരുന്നു. എന്നിട്ട് അവരിൽ യോഗ്യനായിട്ടുള്ള ഒരാളെ രാജകുമാരനായി, യുവാവായി, യുവരാജാവായി അഭിഷേകം ചെയ്യിക്കാമായിരുന്നു. പക്ഷെ അങ്ങേരുടെ ഉള്ളിലുള്ള ആ ഗുണവൈഷമ്യം, അദ്ദേഹത്തിന് ഒരു പുത്രൻ സ്വന്തം രക്തത്തിൽ വേണം എന്നുള്ള ഒരു വല്ലാത്തൊരു മമത തോന്നി. അപ്പൊ അദ്ദേഹം അനാവശ്യമായിട്ടുള്ള ഒരു തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ പൗരുഷം കൊണ്ട്, തൻ്റെ കഴിവുണ്ട്, തനിക്ക് പുത്രകാമേഷ്ടി ചെയ്യാനുള്ള സാമർഥ്യമുണ്ട്, തൻ്റെ കീഴില് ധനമുണ്ട്, അനേക പുരോഹിതന്മാരുണ്ട്, പറഞ്ഞാൽ കേൾക്കുന്നവര്, അവർക്ക് ധാരാളം ദക്ഷിണ കൊടുക്കാൻ കഴിയും എന്നൊക്കെ കരുതിയിട്ട് ആ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ഗംഭീരമായിട്ടൊരു പുത്രകാമേഷ്ടി ചെയ്യിച്ചു. ഇല്ലാത്ത പുത്രൻ, തനിക്ക് തലയിലെഴുത്തില്ലാത്ത പുത്രൻ, തൻ്റെ ജാതകപ്രകാരം, തൻ്റെ പ്രാരബ്ധപ്രകാരം തനിക്ക് പുത്രസുഖം അനുഭവിക്കാൻ യോഗമില്ല എന്ന് പല ത്രികാലജ്ഞാനികളും മഹാത്മാക്കളും പറഞ്ഞിട്ടും അദ്ദേഹത്തിനത് സ്വീകാര്യമായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഈശ്വര വിധിയെ ചോദ്യം ചെയ്തു, വെല്ലുവിളിച്ചു, ഈശ്വര വിധിക്കെതിരായി പ്രവർത്തിച്ചു. ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈ ലോകം, അതിൽ നമ്മളൊന്നും പുതിയതായിട്ടൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചില്ല അല്ലേ? നമ്മുടെ വക എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള വിചാരമാണ് നമുക്കൊക്കെ. ഞാനായിട്ട് ഇവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം, എൻ്റെ പേര് ഇവിടെ എന്നും നിലനിൽക്കണം, എൻ്റെ സ്മാരകം ഇവിടെ ഉണ്ടാകണം. അതിന് പേരാണ് പുത്രേഷണ എന്ന്. 3 ഏഷണ എല്ലാവർക്കും ഉണ്ട്. ഏഷണാത്രയങ്ങൾ എന്ന് പറയും. ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ. എന്തൊക്കെയാണ്? ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ. ഏഷണാത്രയങ്ങൾ. ലോകേഷണ എന്ന് പറഞ്ഞാല് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാനുള്ള ആഗ്രഹം, മറ്റ് ലോകങ്ങളെ പ്രാപിക്കാനുള്ള ആഗ്രഹം, സ്വർഗാദി ലോകങ്ങളൊക്കെ പോകണം, അവിടെയൊക്കെ പോയി സുഖം അനുഭവിക്കണം, എല്ലാ ലോകത്തിലും എൻ്റെ പേര് പ്രശസ്തമാകണം എന്ന് എന്താ പറയുക, എല്ലായിടത്തും തൻ്റെ വ്യാപ്തി, സ്പേസില് തൻ്റെ വ്യാപ്തി, അതാണ് ലോകേഷണ. പുത്രേഷണ എന്ന് പറഞ്ഞാല് ടൈമില് എൻ്റെ വ്യാപ്തി.
എല്ലാ കാലത്തും ഞാൻ നിലനിൽക്കണം എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാ ദേശത്തും ഞാൻ വ്യാപിക്കണം, എല്ലാ കാലത്തും ഞാൻ ഉണ്ടാകണം. അപ്പൊ അതിനുള്ള വഴി എന്താണ്? അതിനുള്ള വഴിയാണ് ഈ ശരീരം നിലനിൽക്കുന്നില്ലെങ്കിലും ഇതിന്റെ എക്സ്റ്റൻഷനുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോവുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന എക്സ്റ്റൻഷനാണ് നമ്മുടെ സന്തതികൾ. സംസ്കൃതത്തിൽ സന്തതി എന്ന വാക്കിന്റെ അർത്ഥം എക്സ്റ്റൻഷൻ എന്നാണ്. ചിന്തിക്കുക, സന്തതി എന്നുള്ള വാക്കിന്റെ അർത്ഥം, സന്താനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എക്സ്റ്റൻഷൻ എന്നാണ്. യു എക്സ്റ്റെൻഡ് യുവർ സെൽഫ് ഇൻ ടൈം ആസ് യുവർ സൺ, യുവർ ഗ്രാൻഡ് സൺ, യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ. എനിക്കിവിടെ ഈ ശരീരം കൊണ്ട് നിലനിൽക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് എൻ്റെ പേരും പ്രശസ്തിയും എൻ്റെ വംശവും എല്ലാം നിലനിൽക്കാനായിക്കൊണ്ട് ഞാൻ എൻ്റെ പുത്രരൂപത്തിൽ അവതരിക്കും. പിതാവൈ പുത്രനാമാസി, പിതാവ് തന്നെയാണ് പുത്രരൂപത്തിൽ ജനിക്കുന്നത് എന്നൊക്കെ വേദം പറയുന്നുണ്ട്. അങ്ങനെ പിതാവ് പുത്രനായും ആ പുത്രൻ പിന്നെ പുത്രനായും ആ പുത്രൻ പിന്നെ പുത്രനായും, അങ്ങനെ ഞാൻ തന്നെ എൻ്റെ എക്സ്റ്റൻഷനാണ് എൻ്റെ സന്തതി പരമ്പര. സന്താനം, സന്തതി, സമ്യക് തനോതി എന്നുള്ള ക്രിയയാണ്. തനോതി, തനു വിസ്താരേ, വിസ്തരിക്കുക എന്നുള്ള ക്രിയയിൽ നിന്നാണ് സന്താനം, സന്തതി എന്നൊക്കെയുള്ള ക്രിയ എന്ന നാമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ എന്നെ വിസ്തരിച്ചതാണ്, എന്നെ എക്സ്റ്റെൻഡ് ചെയ്തതാണ് എൻ്റെ സന്തതികൾ. അപ്പൊ എനിക്ക് ഈ ശരീരം വിട്ട് പോകുമ്പോഴേക്കും ഇവിടെ എൻ്റെ സ്മാരകങ്ങൾ വേണം. ഡോട്ടേഴ്സ് ഓൾസോ, ഡോട്ടേഴ്സും സന്തതികൾ തന്നെയാണ്. വി ക്യാൻ കൺസിഡർ. അത് വേണ്ട, പേടിക്കൊന്നും വേണ്ട. സന്തതികളിൽ പെട്ടതാണ് പെൺകുട്ടികളും. ആണോ പെണ്ണോ എന്തെങ്കിലും ആയിട്ട് എൻ്റെ അവശിഷ്ടം ഇവിടെ വേണം. അതില്ലാത്ത ആളുകളാണ് ഇവിടെ സ്വന്തം പ്രതിമകൾ നിർമ്മിച്ചിട്ട് പോകുന്നത്. കാരണം ഞാൻ പോയാലും ഇവിടെ എന്നെ ആളുകൾ ഓർമ്മിക്കണം. നമ്മുടെ ജയലളിത കുറേ പ്രതിമകൾ ഉണ്ടാക്കി തമിഴ്നാട്ടില്. കാരണം സ്വന്തം മക്കളായിട്ട് ആരുമില്ല. മായാവതി വിവാഹിതയല്ല, മക്കളില്ല. അപ്പൊ തന്റെ കാലശേഷം എല്ലാവരും തന്നെ സ്മരിക്കാനായിട്ട് 3000 കോടി ചെലവാക്കിയിട്ട് തന്റെ പ്രതിമകൾ പല ഭാഗത്തും നിർമ്മിച്ചിട്ടുണ്ടത്രേ. അല്ലെങ്കിൽ തന്റെ പാർട്ടിയുടെ ചിഹ്നം, ബഹുജൻ സമാജ് പാർട്ടിയുടെ ചിഹ്നമായ ആന, അല്ലെങ്കിൽ തന്റെ പ്രതിമ, ഇതൊക്കെ ഇങ്ങനെ താൻ ജീവിച്ചിരിക്കെ തന്നെ നിർമ്മിക്കുക. എന്തിനാ? തന്നെ എല്ലാ കാലത്തും സ്മരിക്കാൻ. നമ്മുടെ പൂർവികര്, അച്ഛനമ്മമാര് മരിച്ചുപോയാൽ അവരുടെ സ്മാരകങ്ങൾ പലയിടത്തും നമ്മൾ തന്നെ പണിയാറുണ്ട്. ഇന്ന ആളുടെ പാവന സ്മരണയ്ക്ക് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പായിട്ടോ അല്ലെ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കോ സ്കൂളിന്റെ ഒരു ഗേറ്റ് ആയിട്ടോ ഏതെങ്കിലും പൊതുസ്ഥാപനങ്ങളിൽ 4 ബെഞ്ചോ ഡെസ്കോ ഒരു ഫാനോ 2 ട്യൂബ് ലൈറ്റോ ഒക്കെ കൊടുക്കുക. നമ്മുടെ മുത്തശ്ശന്റെയോ അച്ഛന്റെയോ ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് അവരുടെ പാവന സ്മരണയ്ക്ക് എന്ന്. അപ്പൊ ഇതൊക്കെ ഒരു എക്സ്റ്റൻഷനാണ്. ഇത് ടൈമിലുള്ള എക്സ്റ്റൻഷൻ. അതിന് പേരാണ് പുത്രേഷണ എന്ന്. പുത്രനിലൂടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുവാനുള്ള ഏഷണ. ഏഷണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, തൃഷ്ണ എന്നാണ് അർത്ഥം. അപ്പൊ പുത്രന്മാർ വേണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? താൻ മരിക്കുന്നു എന്ന് കരുതുന്നവരാണ്. തനിക്ക് മരണമുണ്ട്, അപ്പൊ താൻ മരിച്ചാലും താൻ ഇവിടെ ശേഷിക്കണം, അതിനുള്ള വഴി സന്തതികളിലൂടെ നിലനിൽക്കുക എന്ന് കരുതുന്ന മൂഢന്മാർക്കാണ് പുത്രേഷണ നിലനിൽക്കുക. നേരെ മറിച്ച് എനിക്ക് മരണമില്ല എന്നറിയുന്ന ഒരു ജ്ഞാനിക്ക് പുത്രന്മാർ ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഒരു ജ്ഞാനിക്ക് പുത്രന്മാരുടെ ആവശ്യമില്ല. കാരണം ന ജായതേ നോ മ്രിയദേവാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ
അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നവൻ ഗർജിക്കും. ഈ ശരീരം പോകും, ഈ ശരീരം പോയാലും ആത്മസ്വരൂപനായിട്ടുള്ള ഞാൻ ഇല്ലാതാവുകയില്ല, എനിക്ക് മരണമില്ല, ഞാൻ ആത്മസ്വരൂപനാണ്, അമൃതസ്വരൂപനാണ്. അതുകൊണ്ട് ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേ നൈകേ അമൃതത്വ മാനസഹു എന്ന മന്ത്രം ഞാൻ ഉരുവിടുന്നു. പ്രജ കൊണ്ടല്ല അമൃതത്വം പ്രാപിക്കുന്നത്. ന കർമ്മണ ന പ്രജയാ ധനേന. ത്യാഗേ നൈകേ അമൃതത്വ മാനസഹു. അജ്ഞാനത്തിന്റെ ത്യാഗം കൊണ്ടാണ്, മമത ത്യാഗം കൊണ്ടാണ് അമൃതത്വം പ്രാപിക്കുന്നത്. അല്ലാതെ മക്കളെ കൊണ്ടല്ല നമ്മൾ അമൃതം പ്രാപിക്കുന്നത്, ധനം കൊണ്ടല്ല അമൃതത്വം പ്രാപിക്കുന്നത്. നമ്മുടെ പുണ്യകർമ്മങ്ങളെ കൊണ്ടും നമുക്ക് അമൃതത്വം പ്രാപിക്കാൻ സാധിക്കില്ല. പുണ്യകർമ്മങ്ങൾ നമ്മൾ എത്ര ചെയ്താലും അതിന് പരിമിതിയുണ്ട്. ആ കർമ്മത്തിന്റെ ഫലമായിട്ട് അല്പകാലം സ്വർഗത്തിൽ പോയി സുഖിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെയും തദൈവ, വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരണം, പിന്നെയും കർമ്മം ചെയ്യണം, പിന്നെയും മുകളിലേക്ക് പോകണം, പിന്നെയും വരണം, പിന്നെയും പോകണം, പിന്നെയും വരണം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കർമ്മം കൊണ്ട് അമൃതത്വമില്ല, പ്രജകളെ കൊണ്ട് അമൃതത്വമില്ല, സന്തതികളെ കൊണ്ട് അമൃതത്വമില്ല. സന്തതികൾ നമ്മൾക്ക് ക്രിയ ചെയ്താലേ നമുക്ക് അമൃതത്വമുള്ളൂ എന്നുള്ളത് നമ്മുടെ മൗഢ്യമാണ്. അജ്ഞാനികൾക്കുള്ളതാണ് അതെല്ലാം. ജ്ഞാനികൾക്ക് ഒരു സന്തതിയും വേണ്ട. ജ്ഞാനികൾക്ക് ആരും കർമ്മം ചെയ്യണ്ട, തർപ്പണം ചെയ്യണ്ട. ജ്ഞാനിക്ക് ഒരു തർപ്പണത്തിന്റെയും ആവശ്യമില്ല. അവൻ സ്വന്തം തർപ്പണം സ്വയം ചെയ്തു. അവൻ സന്യസിക്കുന്നതിന് മുമ്പായിട്ട് സ്വന്തം തർപ്പണം ചെയ്തിട്ടാണ് ഇനി എനിക്ക് വേണ്ടി ആരും ഒരു തർപ്പണവും ചെയ്യണ്ട എന്ന് സ്വയം തർപ്പണം ചെയ്തിട്ടാണ്, ആത്മപിണ്ഡം വെച്ചിട്ടാണ് അവൻ സന്യാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവന് പ്രജകളുടെ ആവശ്യമില്ല. അവന് ഈ ലോകത്തിലുള്ള പ്രജകളൊക്കെ അവന്റെ പ്രജകളാണ്. ഞാൻ തന്നെയാണ് എല്ലാം. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അഖിലം ഞാനിതെന്ന വഴി തോന്നിയവനാണ് അവൻ. അവൻ ഈ ശരീരം ഇല്ലാതായാലും താൻ ഇല്ലാതാവുന്നില്ല. എല്ലാറ്റിലും സർവഭൂതാത്മാവായി എല്ലാ ചരാചരങ്ങളിലും ആത്മസ്വരൂപനായി ഞാൻ കുടികൊള്ളുമ്പോൾ എനിക്ക് മരണമില്ല. പിന്നെന്തിനെനിക്ക് സന്തതി? ഇന്നിപ്പോ സന്തതികളുള്ള പലരുടെയും അവസ്ഥ നമുക്കറിയാം. ആ സന്തതികൾ തന്നെ ഈ വേനന്മാരെ പോലെ ഉപദ്രവിക്കുന്ന അച്ഛനമ്മമാര്. എത്ര അച്ഛനമ്മമാരാ കരയുന്നത്? നാട്ടുകാരുടെ ഉപദ്രവം കൊണ്ടല്ല, നാട്ടുകാരുടെ ഉപദ്രവം കൊണ്ടല്ല പല അച്ഛനമ്മമാരും കരയുന്നത്, സ്വന്തം മക്കളുടെ ഉപദ്രവം കൊണ്ടാണ്. ചിന്തിക്കുക. അപ്പൊ മക്കളുടെ ആവശ്യമുണ്ടോ? മൂഢത്തരമാണ്, മൂഢത്തരമാണ് സ്വന്തം മക്കൾ വേണമെന്നുള്ളത്. കരയിപ്പിക്കാനുള്ളവരാണ് മക്കള്, എപ്പോഴും കരയിപ്പിക്കാനുള്ളവരാണ്. ആ മക്കളോടുള്ള മമത തന്നെയാണ് ദുഃഖത്തിനൊക്കെ കാരണം. മക്കൾ ഉണ്ടായില്ലെങ്കിൽ കരച്ചിൽ, മക്കൾ ഗർഭത്തിൽ വന്നാൽ കരച്ചിൽ, വേദന കൊണ്ട് കരച്ചിൽ, പ്രസവിക്കുമ്പോ വേദന, കുട്ടികളായിരിക്കുമ്പോ വളർത്താനുള്ള കരച്ചിൽ, സ്കൂൾ അഡ്മിഷന് കരയാം, കുട്ടികൾക്ക് സൂക്കേട് വന്നാൽ കരയാം, അകാലത്തിൽ മരിച്ചാൽ കരയാം, അവർക്ക് പഠിപ്പ് കിട്ടിയില്ല, അവർ ഉദ്ദേശിച്ച കോഴ്സുകളൊന്നും പാസ്സായില്ലെങ്കിൽ കരയാം, പാസ്സായിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ കരയാം, ജോലി കിട്ടി അവിടെ എന്താ പറയുക വേണ്ടത്ര സൗകര്യങ്ങളില്ല, സുഖമില്ല, അവിടെ മുഴുവൻ ആളുകൾ ശത്രുക്കളായി ഉപദ്രവിക്കുകയാണ്, അപ്പോഴും കരയാം. ഇനി ജോലി കിട്ടി, ശമ്പളം കിട്ടി, കല്യാണം കഴിഞ്ഞില്ല, കരയാം. കല്യാണം കഴിഞ്ഞു, ഭാര്യ ശരിയല്ല, കരയാം. മക്കളുണ്ടായില്ല, കരയാം.
മക്കൾ ഉണ്ടായവർക്ക് എന്തെങ്കിലും കുഴപ്പം, അതിലും കരയാം. ഇങ്ങനെ കരയാനുള്ളവരാണ് മക്കള്. ഈ സന്തതികളോടുള്ളതായിട്ടുള്ള ഭ്രമം കരയാനുള്ളതാണ്. അത് സത്യം. അത് സത്യം. അത് പറയണ്ട ആരോടും പറയണ്ട. പിന്നെ ആരും കല്യാണം കഴിക്കാതെയാവും, കുട്ടികളില്ലാതെയാവും. ഇപ്പൊ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ കാണുന്നത്. എത്രയോ പെൺകുട്ടികളൊന്ന് നല്ല പ്രായമായിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികള് ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നതാ കാണുന്നത്. അതുകൊണ്ട് സ്വാമി ഒന്നും പറഞ്ഞില്ലേ. അതുകൊണ്ട് വേണ്ടവരൊക്കെ കല്യാണം കഴിക്കുക, എന്നിട്ട് കരഞ്ഞിട്ട് അറിയുക. കരഞ്ഞറിയാനുള്ളവർ കരഞ്ഞറിയട്ടെ. അല്ലാത്ത വിവേകികള് സനകാദികളെ പോലെ ഇരിക്കട്ടെ. എന്താപ്പ ചെയ്യ? സനകാദികളെ പോലെയും ആൾക്കാരുണ്ട്. പറഞ്ഞു വന്നത് ആ അങ്കന്റെ ഒരു ഏഷണ, പുത്രേഷണ എന്ന് പറയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ 3 ഏഷണകൾ. ഏഷണാത്രയം എന്ന് പറയും. ഈ ഏഷണാത്രയത്തിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത്. മോക്ഷം 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 എന്ന് പറയണ്ടല്ലോ. ഈ മോക്ഷം എന്ന് പറയുന്നത് ഇത് 3-ൽ നിന്നാണ്. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ലോകേഷണ ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള ഏഷണ. പുത്രേഷണ കാലത്തിൽ മുഴുവൻ വ്യാപിക്കാനുള്ള ഏഷണ. എല്ലാ കാലവും ഞാൻ നിലനിൽക്കണം, അതിനുള്ള ഭ്രമം. കാലത്തിൽ നിലനിൽക്കാനുള്ള ഭ്രമമാണ് സന്തതികൾ വേണം എന്നുള്ള ആഗ്രഹം. പിന്നെയുള്ളത് ധനം, ധനത്തിനുള്ള ഏഷണ, വിത്തേഷണ. അതെന്തിനാ? അത് എല്ലാം എൻ്റെ കൺട്രോളിൽ നിൽക്കാൻ. ധനം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും നമ്മുടെ ചൊൽപ്പടിയിൽ ഉണ്ടാവും. ഏത് വസ്തുക്കളും നമുക്ക് അവൈലബിൾ ആവും. അപ്പോ നമുക്ക് 3 പരിമിതികളാണുള്ളത്. ഞാൻ ഈ ശരീരമാണെന്ന് നമ്മൾ കരുതിയാൽ ആ മൗഢ്യത്തിന്റെ ഫലമാണ് 3 പരിമിതികൾ. കാലപരിമിതി, ദേശപരിമിതി, വസ്തുപരിമിതി. 3 ലിമിറ്റേഷൻസ് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ അപൂർണരാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 3 പരിമിതികളെ അതിക്രമിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ആജീവനാന്തം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 പരിമിതികൾ, കാല, ദേശ, വസ്തു പരിമിതികൾ. അതിൽ കാലപരിമിതിയെ അതിക്രമിക്കാൻ പുത്രേഷണ, ദേശപരിമിതിയെ അതിക്രമിക്കാൻ ലോകേഷണ, വസ്തുപരിമിതിയെ അതിക്രമിക്കാൻ വിത്തേഷണ. ഇത് മനസ്സിലാക്കിയാൽ മർമ്മം പിടികിട്ടി. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ, എവിടുന്നാണ് എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ പൊങ്ങി വരുന്നത്? എനിക്ക് ധനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണെങ്കിൽ, ധനം കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എന്തും എൻ്റെ ചൊൽപ്പടിയിൽ, എൻ്റെ കൺട്രോളിൽ എനിക്ക് വിലയ്ക്ക് വാങ്ങിക്കാം. എനിക്ക് പറക്കാൻ ചിറകുകളില്ല, പക്ഷെ വിമാനം വാങ്ങിക്കാം. എനിക്ക് കാലുകൾക്ക് വേഗത പോരാ, അപ്പൊ വാഹനങ്ങൾ വാങ്ങിക്കാം. എനിക്ക് കടലിൽ നീന്താനാവില്ല, അപ്പൊ വേണമെങ്കിൽ കപ്പലുകൾ വാങ്ങിക്കാം. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ധനം വേണം. അപ്പൊ എവിടെയും ഏതും സാധിക്കാൻ, ഏത് വസ്തുവിന്റെ പരിമിതിയും നമുക്ക് അതിജീവിക്കാൻ ധനം. ഏത് കാലത്തും നിലനിൽക്കാൻ ഈ ശരീരം കൊണ്ടാവില്ല. അതുകൊണ്ട് സന്തതികളിലൂടെ. എല്ലാ ലോകത്തും ഞാൻ വ്യാപിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാ ലോകത്തും വ്യാപിക്കാനായിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ലോകങ്ങളെ പ്രാപിക്കണം, എല്ലാ ലോകങ്ങളും കീഴ്പ്പെടുത്തണം. എനിക്ക് ഭൂമിയുടെ ചക്രവർത്തിയാവണം, സ്വർഗത്തിന്റെ അധിപനാവണം,
ബ്രഹ്മാണ്ടത്തിന്റെ അധിപതി ബ്രഹ്മാവായി തീരണം. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് വളർന്ന് വളർന്നു വരുന്നു. ഏതുവരേക്ക്? ഞാൻ ആരെന്നുള്ള അറിവില്ലാത്തത് വരേക്ക്. ഞാൻ ആരാണ്? ഞാൻ ഈ 3 പരിമിതിയുമില്ലാത്ത, കാല ദേശ വസ്തു പരിമിതിയില്ലാത്ത അനന്തമായ സച്ചിദാനന്ദമായ ബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മബോധത്തിൽ മാത്രമേ, ആ ബ്രഹ്മജ്ഞാന നിഷ്ഠയിൽ മാത്രമേ നമുക്ക് ഈ 3 പരിമിതികളെയും അതിക്രമിക്കാനാവുള്ളൂ. അപ്പൊ മാത്രമേ നമ്മുടെ 3 ഏഷണകൾ പോകുള്ളൂ. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഈ 3 ഏഷണകളെ ജയിക്കുകയാണ് വേണ്ടത്. ഇത് ജ്ഞാനം കൊണ്ടേ സാധിക്കുള്ളൂ, ആത്മജ്ഞാനം കൊണ്ടേ സാധിക്കുള്ളൂ. വേറെന്തെങ്കിലും പാണ്ഡിത്യം കൊണ്ട് സാധിക്കില്ല. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഈ ഏഷണാത്രയങ്ങളെ ജയിക്കാൻ സാധിക്കുള്ളൂ. അതിനെ തന്നെയാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആത്മബോധമുണ്ടെങ്കിൽ ഈ ഏഷണാത്രയങ്ങളിൽ നിന്ന് ജയിക്കാം. അങ്ങനെ ജയിച്ചവരാണ് ജ്ഞാനികൾ, മഹാത്മാക്കൾ. ആത്മബോധം കൊണ്ട് ഏഷണാത്രയങ്ങളെ അതിക്രമിച്ചവരാണ് മഹാത്മാക്കൾ, ജ്ഞാനികൾ. അവർക്ക് പുത്രേഷണയുമില്ല, വിത്തേഷണയുമില്ല, ലോകേഷണയും ഇല്ല. അവർക്ക് ഒരു ലോകങ്ങളും പ്രാപിക്കാനില്ല. അവർക്ക് സന്തതികളുടെ ആവശ്യമില്ല. അവർക്ക് ധനവും സമ്പാദിക്കേണ്ടതില്ല. കാരണം അവർ സ്വയം പൂർണ്ണരാണ്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ വസ്തുക്കളുടെയും അസ്തിത്വമായും വ്യാപിച്ചിരിക്കുന്ന ആ ആത്മവസ്തു, ആ ബ്രഹ്മം, അതാണ് താൻ എന്നുള്ള അറിവ് ആർക്ക് എപ്പോഴുണ്ടാകുന്നുവോ അപ്പോഴാണ് അവർ ഈ 3 ഏഷണകളിൽ നിന്നും മുക്തരാവുന്നത്. ഏഷണാത്രയങ്ങളിൽ നിന്ന് മുക്തരാവുന്നത്. അതുവരയ്ക്കും ഈ അപൂർണതാബോധം, ഈ ലിമിറ്റേഷൻസ്, കാലപരിമിതി, ദേശപരിമിതി, വസ്തുപരിമിതി, ഇത് 3മാണ് നമ്മളെ ഈ പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസാരത്തിൽ നമ്മളായിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അജ്ഞതയാണ്. നമ്മൾ നമ്മളെ സ്വയം പരിമിതമാക്കിയത് കൊണ്ടുള്ള ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ അങ്കന്റെ ഗുണവൈഷമ്യം കാണിച്ചു തരാൻ വേണ്ടി. അങ്കന് മര്യാദയ്ക്ക് ഈശ്വരൻ കൊടുത്തതിൽ തൃപ്തനായിരുന്നുവെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചു വ്യനയെ. അതാണ് പുത്രകാമേഷ്ടി ചെയ്ത് ഒരു സന്തതിയെ ജനിപ്പിച്ചു. അത് മഹാദുഷ്ടനായി തീർന്നു. ആ ദുഷ്ടനെ കൊണ്ട് അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു. ഭാഗ്യം. എന്തോ അദ്ദേഹം ആത്മഹത്യയൊന്നും ചെയ്തില്ല. വൈരാഗ്യം വന്ന് കാട്ടിൽ ചെന്ന് വിവേകത്തോടുകൂടി ഭഗവാനെ ഭജിച്ച് മുക്തനായി തീർന്നു. അതാണ് അങ്കന്റെ കഥ. അപ്പൊ ഇവിടെ തുംഗകീർത്തിയായ അംഗസ്യ വ്യജനി സുതഃ സഹ വേനനാമ. വ്യജനി എന്ന് പറഞ്ഞാൽ വിപരീതമായി ജനിച്ചു എന്നർത്ഥത്തിലാണ്. അജനി എന്നാണ് ക്രിയ. ജനിച്ചു എന്ന് പറയാൻ അതിൽ വി കൂടി ചേർത്തപ്പോ വിപരീത സന്തതി ഉണ്ടായി. വേനൻ എന്ന പേരോട് കൂടിയിട്ട് സുതൻ ഉണ്ടായി അംഗസ്യ. അപ്പൊ ധ്രുവകുലേ ജാതസ്യ തുംഗകീർത്തേഹേ അംഗസ്യ വേനനാമ സുതഃ വ്യജനി. ധ്രുവകുലത്തിൽ ജാതനായ തുംഗകീർത്തിയായ അങ്കന് വേനൻ എന്ന പേരോടുകൂടിയ പുത്രൻ ജനിച്ചു. ആ പ്രശസ്തനായ വേനൻ, പ്രശസ്തനോ കുപ്രശസ്തനോ എന്തായാലും, സഹ എന്നവിടെ വിശേഷിപ്പിച്ചത് ആ വേനൻ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ആ വേനൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വേനൻ. ഇപ്പോഴും ആ വേനനോടാണ് നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികളെ ഇന്നും വേനനോട് ഉപമിക്കാം. അത്ര കുപ്രശസ്തനാണ് വേനൻ എന്ന് പറയാം. എന്നിട്ട് കഥ തുടരുകയാണ്. യദ്ദോഷവ്യതിതമതിഃ
സരാജവർയഃ ത്വൽപാദേ നിഹിതമനാ വനം ഗതോഭൂത് യദ്ദോഷ വ്യദിതമതിഃ സഹ രാജവർയഃ. സഹ രാജവർയഃ അംഗഃ, ആ രാജശ്രേഷ്ഠനായ അംഗൻ യദ്ദോഷ വ്യദിതമതിഃ, ഏതൊരു പുത്രന്റെ ദോഷങ്ങളെ കൊണ്ട് വ്യദിതമതിയായിട്ട്, അസ്വസ്ഥനായിട്ട്, ഇരിക്കപ്പൊറുതിയില്ലാത്തവനായിട്ട്, നാട് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കിയിട്ട്, നാട്ടുകാർ മുഴുവൻ എന്നും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അച്ഛനോട് വന്ന് മകന്റെ അവലാദികൾ പറഞ്ഞപ്പോൾ ആ അച്ഛൻ നല്ലവനായതുകൊണ്ട് മകനെ രക്ഷിക്കാൻ മെനക്കെട്ടില്ല ഇന്നത്തെ അച്ഛന്മാരെ പോലെ. പിന്നെയോ ഉപദേശിച്ചു നോക്കി നേരെ ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ അച്ഛൻ തന്നെ സ്വയം നാടുവിട്ടു പോവുകയാണ്. പ്രജകളുടെ പ്രാരബ്ധം അവർക്ക് വിട്ടുകൊടുത്ത് അദ്ദേഹം നാട് വിട്ടുപോയി, കാട്ടിലേക്ക് പോയി. അതാണ് ത്വൽപാദേ നിഹിതമനാഹ, അങ്ങയുടെ പാദത്തിൽ മനസ്സുറപ്പിച്ചവനായിട്ട് വനം ഗതഃ അഭൂത്, വനത്തിലേക്ക് ഗമിച്ചവനായി ഭവിച്ചു. അദ്ദേഹത്തിന്റെ രാജ്യത്തിലുള്ള കൊതിയും മാറി, മക്കളിലുള്ള കൊതിയും മാറി, പ്രജകളോടുള്ളതായിട്ടുള്ള പ്രേമവും പോയി, എല്ലാറ്റിലും വിരക്തി വന്നു. അദ്ദേഹം വനത്തിലേക്ക് പോയി ഭവിച്ചു. വനം ഗതഃ അഭൂത്. അങ്ങനെ വനത്തിൽ ചെന്ന് ഭഗവാനെ ഭജിച്ച് മുക്തനായി തീർന്നു. ഭാഗ്യവാൻ. അപ്പൊ ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുന്നതും നല്ലതാണ് അല്ലേ? നല്ല മക്കളായി പോയാൽ അമ്മമാര് അച്ഛന്മാര് മമത കൊണ്ട് ചങ്ങലയ്ക്ക് ഇട്ടുപോകും. നല്ല മക്കളാണെങ്കിലും ചങ്ങലയാണത്, സ്വർണ്ണച്ചങ്ങല. ആ മക്കളോടുള്ള മമത, മക്കളിലുണ്ടാകുന്ന മക്കളോടുള്ള മമത അങ്ങനെ പിന്നെയും സംസാരിയായി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വേനനെ പോലെയുള്ള മക്കൾ ഒരു കണക്കിന് നല്ലതാണ്, വൈരാഗ്യം വരാൻ സഹായിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ അങ്കന് സംഭവിച്ചത്. അദ്ദേഹം വൈരാഗിയായി കാട്ടിലേക്ക് ചെന്നു, മുക്തനായി തീർന്നു. ഭാഗ്യവാൻ. അടുത്ത പുത്രനായ വേനന്റെ കഥ തുടരുകയാണ്. പാപോപിക്ഷിതിതലപാലനായ വേനഃ പൗരാദ്യൈർ ഉപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നിരൗൽസീത്. പാപോപിക്ഷിതിതലപാലനായ വേനഃ പൗരാദ്യൈർ ഉപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നിരൗൽസീത്. പാപോപി, അവൻ പാപിയാണെങ്കിലും, മഹാപാപിയാണ്, ദുഷ്ടനാണ്, കള്ളനാണ്, എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും തികഞ്ഞവനാണ്. അങ്ങനെയുള്ളവനായിട്ടുള്ളവനാണെങ്കിലും ക്ഷിതിതലപാലനായ വേനഃ പൗരാദ്യൈഃ ഉപനിഹിതഃ കഠോരവീര്യഃ. ആ വേനൻ കഠോരവീര്യഃ, അതിശക്തനായിരുന്നു അല്ലേ? അന്നത്തെ കള്ളന്മാരിലും കൊള്ളക്കാരിലും ഗുണ്ടകളിലും ഒക്കെ വെച്ച് ഏറ്റവും നല്ല ഗുണ്ടയായിരുന്നു വേനൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ പൗരാദ്യൈഃ ക്ഷിതിതല പാലനായ ഉപനിഹിത, ക്ഷിതിതലം ഭൂമിതലം പാലനത്തിനായിക്കൊണ്ട് പൗരാദ്യൈഃ പൗരപ്രമുഖന്മാരാൽ ഉപനിഹിത നിശ്ചയിക്കപ്പെട്ടു, അദ്ദേഹത്തെ തന്നെ രാജാവാക്കി. അതിന് കാരണം അദ്ദേഹത്തിന്റെ ശക്തി തന്നെയാണ്. അപ്പോ നമ്മുടെ അംഗരാജാവ് രാജ്യം വിട്ടുപോയപ്പോൾ ഇയാളെ രാജാവാക്കിയിരുന്നില്ല, യുവരാജാവാക്കിയിരുന്നില്ല, രാജാവുമാക്കിയിരുന്നില്ല. അപ്പൊ രാജ്യം എന്തായി? അരാജകത്വമായി. ഒരു അധികാരിയില്ലാത്ത അരാജകത്വത്തിലേക്ക് പതിച്ചു. കുറച്ചു കാലം ആരും ഈ വേനനെ രാജാവാക്കാനൊന്നും മുതിർന്നില്ല.
എന്താ കാരണം വെച്ചാൽ ഈ ദുഷ്ടനെ കൊണ്ട് അല്ലെങ്കിൽ തന്നെ രാജാവ് അല്ലാതെ തന്നെ പൊറുതിമുട്ടിയിരിക്കുക. ഇനിയിപ്പോൾ ഇയാൾ രാജാവും കൂടിയായാൽ എങ്ങനെയാ സഹിക്കുക എന്ന് ആളുകൾ കരുതി അദ്ദേഹത്തെ രാജാവാക്കാൻ ആരും സഹായിച്ചില്ല, അതിലൊന്നും മെനക്കെട്ടില്ല. പക്ഷെ എന്തായി, രാജ്യത്ത് മുഴുവൻ കള്ളന്മാരെ കൊണ്ടും കൊള്ളക്കാരെ കൊണ്ടും താന്തോന്നികളെ കൊണ്ടും നിറഞ്ഞു, ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞു നാട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതാണ് ഭരണാധികാരികൾ ഇല്ലാതായാലുള്ള അവസ്ഥ, അരാജകത്വം. ആ അരാജകത്വം വന്നു ആ രാജ്യത്ത്. അപ്പൊ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞു, കൊള്ളരുതാത്തവരെ കൊണ്ട് നിറഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് സ്വൈരം നഷ്ടപ്പെട്ടു. അങ്ങനെ ജനങ്ങളൊക്കെ കൂടി സംഘടിച്ചു തീരുമാനിച്ചു, എന്താ ഇപ്പൊ ചെയ്യുക, ഒരാളെ രാജാവാക്കണമല്ലോ, ഒരു ഭരണാധികാരി വേണമല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോ ഇപ്പൊ ആരെയാ അങ്ങനെ തെരഞ്ഞെടുക്കുക? അന്ന് ജനാധിപത്യമൊന്നും ആയിട്ടില്ല. അപ്പൊ ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ എല്ലാവർക്കും സമ്മതമാവില്ല, 100 പേരെ എതിർക്കാനുണ്ടാവും. അപ്പൊ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തും? അപ്പൊ എല്ലാവരും കൂടി ആലോചിച്ചപ്പോ അങ്കന്റെ തന്നെ പുത്രനായിട്ടുള്ള വേനൻ കൊള്ളരുതാത്തവനാണെങ്കിലും ആള് ശക്തനാണ്, ചിലപ്പോ നമ്മൾ പിടിച്ച് രാജാവാക്കിയാൽ മര്യാദക്കാരനായാലോ, ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താൽ മര്യാദക്കാരനായാലോ. അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാരല്ലേ, ചില പ്രാന്തന്മാരെ കല്യാണം കഴിപ്പിച്ച പ്രാന്ത് മാറുന്നു പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുന്നതുണ്ടല്ലോ. അതുപോലെ ഇവിടെ ആളുകൾ കരുതി കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കാം. അവനാണ് വലിയ കള്ളൻ, ആ കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിച്ചാൽ വേലി തന്നെ വിളവ് തിന്നില്ല എന്നുള്ളതായിട്ടുള്ളൊരു വിശ്വാസം അവർക്ക്. അതുകൊണ്ട് വേനനെ തന്നെ നമുക്ക് രാജാവാക്കി വാഴിക്കാം എന്ന് പൗരന്മാരൊക്കെ കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് ബ്രാഹ്മണരുടെ നേതൃത്വത്തില് വേനനെ അവർ രാജാവാക്കി വാഴിച്ചു. രാജാവാക്കിയതോടുകൂടി വേനൻ അധികാരം ഏറ്റെടുത്തു. അദ്ദേഹം മഹാകള്ളനായതുകൊണ്ട് ബാക്കി കള്ളന്മാരൊക്കെ ഒതുങ്ങി. കാരണം കള്ളന് കഞ്ഞി വെച്ച ആളാണ് വേനൻ. അപ്പൊ കള്ളന്മാർക്കൊക്കെ പേടിയായി. കള്ളന്മാരുടെ കള്ളത്തരമൊക്കെ നല്ലോണം അറിയുന്ന കള്ളനാണ് ഇങ്ങേര്. അതുകൊണ്ട് അവരൊക്കെ സ്ഥലം വിട്ടു, നാട് വിട്ടു പോയി. ഉപദ്രവിക്കാൻ ആരുമില്ല. ഇപ്പൊ വേനന്റെ ഏകാധിപത്യം. അപ്പൊ വേനൻ പ്രഖ്യാപിച്ചു, ഈ ഭൂമി ഭരിക്കുന്ന രാജാവ് ഈശ്വരനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈശ്വരന് വേണ്ടി വേറൊരു പൂജയും യാഗവും ഹോമവും ഒന്നും ചെയ്യേണ്ടതില്ല, ഉള്ളതൊക്കെ എനിക്ക് കൊണ്ടു തന്നാൽ മതി. ദേവന്മാർക്ക് യജ്ഞങ്ങളോ യാഗങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ദേവന്മാരുടെയും അംശമാണ് ഭൂമിയിലുള്ള രാജാവ് എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ദിക്പാലകന്മാരുടെ മുഴുവൻ അംശം രാജാവിലുണ്ട്, വിഷ്ണുവിന്റെ അംശം രാജാവിലുണ്ട്. കാരണം വിഷ്ണുവാണ് ലോകപാലൻ, ലോകം പരിപാലിക്കുന്ന ആള് വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണുവിന്റെ തന്നെ ഒരു അംശമായിട്ടാണ് ഭൂമിയെ പാലിക്കുന്ന രാജാവിനെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലോകപാലന്മാരുടെ മുഴുവൻ അംശം, ദിക്പാലകന്മാരുടെ മുഴുവൻ അംശം രാജാവിലുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, സത്യമാണത്, ശാസ്ത്രമാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ ദേവന്മാരുടെയും പ്രതിപുരുഷനാണ് ഭൂമിയിലെ രാജാവ്. അതുകൊണ്ട് നിങ്ങൾ ഈശ്വരന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല, ദേവന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം എനിക്ക് കൊണ്ടു തന്നാൽ മതി. യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്ന മുതലൊക്കെ ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി, ഞാൻ പ്രസാദിച്ചോളാം. നിങ്ങൾക്ക് ഈശ്വര പ്രസാദം ഉണ്ടാകും. ഞാൻ പ്രസാദിച്ചാൽ ഈശ്വരൻ പ്രസാദിച്ചതായി എന്ന് പറഞ്ഞ് അദ്ദേഹം ആജ്ഞ പുറപ്പെടുവിച്ചു. ഒരു ഡിക്ലറേഷൻ. നമ്മുടെ ഇന്നത്തെ കേരള ഗവൺമെന്റ് നമ്മളറിയാതെ കൊറോണ കാലത്ത് എന്തൊക്കെ ഭരണപരിഷ്കാരങ്ങളാണ് രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കറിയാം. എല്ലാം ഹിന്ദുക്കളെ തകർക്കാനുള്ളതായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ബില്ലുകൾ അവര് ഓർഡിനൻസ് ആക്കിക്കൊണ്ട് ഒപ്പിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പലതും നമ്മുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനും ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കാനും ഹിന്ദുക്കളുടെ സ്വത്തൊക്കെ അന്യാധീനപ്പെടുത്താനും എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ഓർഡിനൻസുകൾ ഈ കാലത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. പലതും വളരെ വൈകിയാണ് നമ്മളൊക്കെ അറിയുക. അത് പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പൊ അതുപോലെ ഇങ്ങേരുടെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഒരു യാഗങ്ങളും യജ്ഞങ്ങളും വേണ്ട, എല്ലാ യാഗത്തിനും യജ്ഞത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ ഇവിടെ തന്നാ മതി, ഞാൻ പ്രസാദിച്ചോളാം. ഞാൻ പ്രസാദിച്ചാൽ എല്ലാ ദേവന്മാരും പ്രസാദിച്ചതുപോലെയായി എന്ന് ആജ്ഞ പുറപ്പെടുവിച്ചു. അതാണ് ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പാപോഭി ക്ഷിതിതലപാലനായ വേണഃ പൗരാദ്യൈർ ഉപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസന്. എല്ലാവരെയും വിളിച്ചുകൂട്ടി തന്റെ ബലത്തെ തന്നെ പ്രശംസിച്ചുകൊണ്ട്, ഞാൻ ആരാന്നറിയോ, ഞാൻ ഈശ്വരനാ, ഭൂമിയിലെ ഈശ്വരനാണ് എന്നുള്ള തന്റെ ബലത്തെ കുറിച്ച് പ്രശംസിച്ച് ഭൂചക്രേ തവ യജനാനി അയം നിരൗൽസീത്. ഭൂചക്രേ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തിൽ, ചക്രം എന്നാൽ വൃത്താകാരം, മണ്ഡലം എന്നർത്ഥം. അപ്പൊ ഭൂചക്രേ ഭൂമണ്ഡലത്തിൽ തവ യജനാനി, ഗുരുവായൂരപ്പ അങ്ങേക്കുള്ള യജനങ്ങൾ, അങ്ങേക്കുള്ള പൂജകൾ, യാഗങ്ങൾ എല്ലാം അയം നിരൗൽസീത്, അവൻ നിരസിച്ചു എന്നർത്ഥം. നിരാകരിച്ചു, നിരസിച്ചു, നിരുത്സാഹപ്പെടുത്തി. ആരും ഈശ്വരന് വേണ്ടി ഒരു യാഗവും ചെയ്തു പോകരുത്, അത് എന്നോടുള്ള നിന്ദയാണ്. എന്നെ ധിക്കരിച്ചുകൊണ്ട്, എന്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് ആരും ഒന്നും ചെയ്തു പോകരുത് എന്ന് സർവ ഈശ്വരാരാധനകളെയും നിഷേധിച്ചു. എന്ത് ചെയ്യണ്ടെങ്കിലും ഒക്കെ ആ ദ്രവ്യമൊക്കെ ഇങ്ങോട്ട് കൊണ്ടു തന്നാ മതി എന്ന്. അങ്ങനെ ഭൂമിയില് ഒരു യജ്ഞങ്ങളും നടത്താൻ നിവൃത്തിയില്ലാതായി. അങ്ങനെ ആവുമ്പോ എന്ത് സംഭവിക്കും? ദേവന്മാരൊക്കെ കോപിക്കും, ഈശ്വര കോപം ഉണ്ടാവും. അപ്പൊ എന്താവും? ഭൂമിയിൽ മഴയുണ്ടാവില്ല. ഭൂമിയിൽ മഴയില്ലാതായാൽ എന്ത് സംഭവിക്കും? സസ്യജാലങ്ങൾ ഉണ്ടാവില്ല. സസ്യജാലങ്ങളില്ലെങ്കിൽ അന്നം ഇല്ല, എല്ലാവരും പട്ടിണിയാവും, ദാരിദ്ര്യമാവും. അത് സംഭവിച്ചു. അങ്ങനെ ഭൂമിയിൽ ചിരകാലം മഴയില്ലാതായി. ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട്, വിശപ്പ് കൊണ്ട് വലയാൻ തുടങ്ങി, വീർപ്പുമുട്ടാൻ തുടങ്ങി. എന്താ വഴി? എല്ലാവരും ആലോചിച്ചു. ഒരു യാഗം നടത്തിയാലേ നിവൃത്തിയുള്ളൂ എന്ന് മഹർഷിമാരെല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഒരു യാഗം നടത്തുകയാണ്. ആ സമയത്ത് ഇവൻ അറിഞ്ഞു, വേനൻ അറിഞ്ഞു, തന്റെ സമ്മതം കൂടാതെ, തന്റെ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ ശരണം വിളിച്ചതുപോലെ, അല്ലേ? ശബരിമലയിൽ ശരണം വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതായ ഒരു ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് ഭരണാധികാരിക്കാ ഇതിനൊക്കെ ധൈര്യം വരിക? എത്ര ധൈര്യം ഉണ്ട് അയാൾക്ക് ശബരിമലയിൽ ശരണം വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ? ഇപ്പതാ ശബരിമലയില് ഇരുമുടിക്കെട്ടില്ലാതെയും നെയ്യില്ലാതെയും പമ്പയിൽ കുളിക്കാതെയും പോകാനായിട്ടാണ് ഈ വേനൻ ആജ്ഞാപിച്ചിരിക്കുന്നത്. അഭിനവ വേനൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ചിന്തിക്കുക, എല്ലാ കാലത്തും ഉണ്ട് വേനന്മാര്. ഇനിയും എത്ര അനുഭവിക്കാൻ കിടക്കണോ മൂഢജനങ്ങളെന്ന് അറിയില്ല. എന്നാണ് ഇവർക്കൊക്കെ നേരം വെളുക്കുക എന്നറിയില്ല. ഇവര് മൂഢന്മാരായി തുടരുന്നിടത്തോളം കാലം ഈ വേനന്മാർ ഇനിയും വരും. ഇനിയും കഷ്ടതകൾ അനുഭവിക്കാം. ഇനിയും പ്രളയങ്ങൾ വരും, ഇനിയും മഹാമാരികൾ വരും, ഇനിയും ഓക്കിയും സുനാമിയും എല്ലാം വരും. അപ്പോ ഇദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ മഹർഷിമാർ ഒരു യാഗം ആരംഭിച്ചു. ഇദ്ദേഹം ആളെ വിട്ടത് മുടക്കാനായിക്കൊണ്ട് ആജ്ഞാപിച്ചു. അപ്പൊ മഹർഷിമാര് ഇദ്ദേഹത്തിനുള്ള സന്ദേശം ഉപദേശ രൂപത്തിൽ അയച്ചു. അപ്പോഴേക്കും അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ വരുന്നു. അദ്ദേഹത്തോട് മഹർഷിമാര് നല്ല കാര്യത്തിൽ ഉപദേശം പറയുന്നുണ്ട്. ഭൂമിയിൽ യജ്ഞങ്ങൾ നടക്കണം, യജ്ഞങ്ങൾ നടന്നാലേ മഴയുണ്ടാവുള്ളൂ, മഴയുണ്ടായാലേ അന്നമുണ്ടാവുള്ളൂ, അന്നമുണ്ടായാലേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അതിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്, യജ്ഞാത് ഭവതി പർജന്യഃ പർജന്യാത് അന്ന സംഭവഃ അന്നാത് ഭവന്തി ഭൂതാനി. അപ്പൊ ഭൂതങ്ങളുടെ അഭിവൃദ്ധി, ജീവജാലങ്ങളുടെ ക്ഷേമം എന്നുള്ളത് അന്നത്തിലാണ്. അന്നം സസ്യജാലങ്ങളിൽ നിന്നാണ്. സസ്യജാലങ്ങൾ ഉണ്ടാകുന്നത് മഴയിൽ നിന്നാണ്. മഴയുണ്ടാകുന്നത് ഈശ്വര ആരാധനയിലാണ്, യജ്ഞങ്ങളിലൂടെയാണ്. യജ്ഞാത് ഭവതി പർജന്യഃ. എല്ലാ ദേവന്മാരെയും പ്രസാദിപ്പിക്കണം. അല്ലാതെ നമ്മൾ ഭൗതികവാദികളായിട്ട് കിട്ടിയത് മുഴുവൻ എനിക്കുള്ളതാണ് എന്നുള്ള ചിന്ത പാടില്ല. നമ്മൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും എടുക്കുന്നതിലധികം കൊടുക്കുകയും ചെയ്യുന്ന ആ യജ്ഞ സംസ്കാരം പ്രകൃതിയിൽ തിരിച്ചു കൊടുക്കണം. അപ്പൊ മാത്രമേ പ്രകൃതി നമ്മൾക്ക് അനുഗ്രഹം ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഘോരമായിട്ടുള്ള ആ വേനൽ അനുഭവിക്കുന്ന സമയത്ത് ഈ യാഗം ചെയ്യുന്ന മഹർഷിമാരെ ഈ വേനൻ വന്ന് തടയുന്നു. ആ വേനൻ ധിക്കാരം പറയണു ഇവരോട്, മഹർഷിമാരോട്. മഹർഷിമാർ ഉപദേശിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറയണ, ഈ ഭൂമിയുടെ രാജാവായിട്ടുള്ള എന്നെ നിങ്ങൾ ഉപദേശിക്കുന്നുവോ, എൻ്റെ ആജ്ഞയെ നിങ്ങൾ ധിക്കരിക്കുന്നുവോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ മഹർഷിമാരെ ശാസിക്കുന്നു. ആ സമയത്ത് മഹർഷിമാരുടെ കോപം അവരൊരു ഹും എന്നൊരു ശബ്ദം കൊണ്ട് പ്രകടിപ്പിച്ചു. അവരുടെ ആ ഹുംകൃതിയില് വേനൻ മരിച്ചു വീണു. അതാണ് അടുത്ത ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായിവേനഃ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായിവേനഃ. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഘേ. താപസ ഓകം സമൂഹം ഹിതകഥനായ സംപ്രാപ്തേ സതി. ഈ വേനനോട് ഹിതം ഉപദേശിക്കുവാനായി കൊണ്ട് പ്രാപിച്ചപ്പോൾ മഹർഷിമാര്, മഹാത്മാക്കള് വേനനോട് നല്ലത് ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവൻ മറുപടി പറഞ്ഞു, എന്താ? മത്തോ അന്യോ ഭുവനപതി ന കശ്ചന ഇതി. മത്തഃ അന്യഃ, എന്നേക്കാൾ കേമനായിട്ട്, അന്യനായിട്ട്, എന്നിൽ നിന്ന് അന്യനായിട്ട്, കശ്ചന ഭുവനപതി ന, വേറെ ലോകത്തിന് ഒരു പതിയുമില്ല. ഞാൻ തന്നെയാണ് ഭുവനങ്ങളുടെ മുഴുവൻ പതി. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ മതി. അല്ലാതെ വേറൊരു ഭുവനപതി ഈശ്വരനൊന്നും ഇല്ല. അയാൾക്കൊന്നും നിങ്ങൾ ഒരു യാഗവും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കൂ, യാഗങ്ങൾ നിർത്തൂ, ആ ദ്രവ്യങ്ങളൊക്കെ ഇവിടെ രാജാവിന് കൊടുക്കൂ, സമർപ്പിക്കൂ എന്ന് ആജ്ഞാപിച്ചു. അങ്ങനെ ത്വന്നിന്ദാ വചനപരോ, ഗുരുവായൂരപ്പ അങ്ങയെ നിന്ദാവചനങ്ങൾ ചെയ്യുന്നവനായി തീർന്നു. ത്വന്നിന്ദാ വചനപരഃ, അങ്ങയെ നിന്ദിക്കുന്ന പ്രവൃത്തിയിൽ മുഴുകി. അപ്പോഴോ മുനീശ്വരൈഹി തൈഹി ശാപാഗ്നൗ ശലഭദശാം അനായിവേനഃ. ആ മുനീശ്വരന്മാരുടെ തൈഹി മുനീശ്വരൈഹി, ആ മുനീശ്വരന്മാരാൽ ശാപാഗ്നൗ, അവരുടെ ശാപമാകുന്ന അഗ്നിയിൽ ശലഭദശാം അനായി, ശലഭദശയെ നയിക്കപ്പെട്ടു. ഇവിടെ ശലഭദശ എന്ന് പറഞ്ഞാല് ഈയാമ്പാറ്റ, അഗ്നിയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിക്കുന്നത് പോലെ ചിറക് കൊഴിഞ്ഞു വീണ് സ്വയം ദഹിച്ചു പോകുന്ന ഈയാമ്പാറ്റയെ പോലെ ശലഭദശാം അനായി, അനായി എന്ന് പറഞ്ഞാൽ നയിക്കപ്പെട്ടു. ആര്? വേനഃ. വേനഃ ശലഭദശാം അനായി, ശലഭദശയെ പ്രാപിപ്പിക്കപ്പെട്ടു. അപ്പൊ വേനൻ സ്വയം ഭസ്മമായി തീർന്നു ഈ മഹാത്മാക്കളുടെ ശാപാഗ്നിയിൽ. അത് തന്നെയാണ് ഇന്നത്തെ കേരള ഭരണകർത്താക്കൾ കാണുന്നത്, അനുഭവിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം
ശബരിമല സീസണിൽ എത്ര ആളുകളുടെ ശാപവചനങ്ങൾ, എത്ര ആളുകൾ തീ തിന്നു അല്ലെ, എത്ര കുടുംബത്തിലുള്ള കുട്ടികളെ, ചെറുപ്പക്കാരെ കാരാഗൃഹത്തിൽ അടച്ച് പീഡിപ്പിച്ചു, എത്ര ലാത്തി ചാർജ്, 1-2 പേരെ കല്ലെറിഞ്ഞു കൊന്നു, 1-2 പേര് ഗുരുസ്വാമിമാര് വരെ ആത്മഹത്യ ചെയ്തു ഈ ദുഃഖം സഹിക്കാൻ വയ്യാതെ. എത്ര 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 ആളുകളുടെ ശാപം. ആ ശാപത്തിൽ ദഹിച്ചു പോകില്ലേ ഇപ്പോൾ ഉള്ളവര്? അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദഹിച്ചു പോകും. എല്ലാവരുടെ ശാപത്തിൻ്റെയും ഫലം കാണും, യാതൊരു സംശയവും വേണ്ട. അധികം താമസിയാതെ തന്നെ എല്ലാം നശിക്കുന്നത് കാണാം. ആരൊക്കെ ഇതിനൊക്കെ കൂട്ടുനിന്നോ അവർക്കൊക്കെ ആരാണ് ഇതിന്റെ പുറകിൽ നിന്നത്, അയാളും ഇതാപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞു ഈ യോഹന്നാനാണ് ഇതിന്റെ പുറകിലെന്ന്. ഈ ഇപ്പോ 6000, 14,000, 15,000 കോടികളുടെയൊക്കെ കള്ളത്തരത്തിൽ ഇപ്പോ പിടിക്കപ്പെട്ടിട്ടുള്ള ആ യോഹന്നാൻ, അയാളാണ് ഈ ഭരണാധികാരികളെ കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ശബരിമലയെ നശിപ്പിക്കാൻ. അയാൾക്കാണ് വിമാനത്താവളം വരേണ്ടത് ശബരിമലയിൽ, അയാൾക്കാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റേണ്ടത്. അയാളുടെ ആവശ്യം നടത്തുന്ന പിമ്പുകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ. അപ്പൊ ഇപ്പൊ എല്ലാരും കൂടി ഒന്നിച്ച് അനുഭവിക്കുന്നുണ്ട്. നോക്കിക്കോളൂ, എല്ലാം നമ്മുടെ ശാപവും അയ്യപ്പസ്വാമിയുടെ ശക്തിയും. അയ്യപ്പസ്വാമിയുടെ ശക്തി, കലിയുഗ വരദനായിട്ടുള്ള ഭഗവാന്റെ ശക്തിയും നമ്മുടെ ഓരോരുത്തരുടെയും ശാപവും. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അത് വോട്ട് ചെയ്യുമ്പോൾ ഓർമ്മ വേണം ജനങ്ങൾക്ക്. മൂഢജനങ്ങൾ ഇനിയും പല നിസ്സാര നക്കാപ്പിച്ചകൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരെ വീണ്ടും അത് തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അവർ അനുഭവിക്കാൻ കിടക്കുന്നു. ചിന്തിക്കുക. അപ്പൊ ശലഭദശ മനായി വേനഹ, ശലഭദശയെ നയിക്കപ്പെട്ടു വേനൻ. ഇന്നത്തെ അഭിനവ വേനന്മാരും ഇതുപോലെ ശലഭങ്ങളായി തീരും, അഗ്നിയിൽ ജ്വലിച്ചു പോകും. ഈ യോഹന്നാന്റെ പേര് ഞാൻ 2 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല മഹാത്മാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാണ് ഇതിന്റെ പുറകിലെന്ന് തിരിച്ചറിയണം നമ്മള്. അടുത്ത ശ്ലോകം കൂടി വായിച്ച് പറഞ്ഞ് ഇന്നത്തെ പൃഥു അവതാരത്തോടു കൂടി നിർത്താം. പൃഥു ചരിതം നാളെ കാണാം. തന്നാശാദ്ഖലജനഭീരുഗൈർമുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഗേ പരിമതിദാദോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമതിദേ ത്വമാവിരാസീ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തന്നാശാത് ഖലജനഭീരുഗൈർമുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഗേ പരിമതിദാദോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമതിദേ ത്വമാവിരാസീ. തന്നാശാത്, ആ വേനൻ നശിച്ചപ്പോൾ, വേനന്റെ മരണം സംഭവിച്ചപ്പോൾ, ഖലജനഭീരുഗൈഃ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ തെക്താഗേ പരിമതിദാദ് അദ ഊരുദണ്ഡാദ് ദോർദണ്ഡേ പരിമതിദേ ത്വമാവിരാസീ. അപ്പോ ആ വേനൻ മരിച്ചു. പിന്നെയും രാജ്യത്ത് രാജാവില്ലാതായി. പഴയ കള്ളന്മാരൊക്കെ തിരിച്ചു വന്നു. വീണ്ടും അരാജകത്വം വന്നു. പ്രജകളുടെ ദുഃഖങ്ങൾ വർദ്ധിച്ചു. പ്രജകൾക്ക് രക്ഷകനില്ലാതായി, നാഥനില്ലാതായി. അങ്ങനെ വീണ്ടും എല്ലാവരും പ്രജകളൊക്കെ കൂടി ഈ ഋഷിമുനിമാരെ തന്നെ ശരണം പ്രാപിച്ചു.
ആ ഋഷിമുനിമാരൊക്കെ കൂടി ആലോചിച്ചു എന്താ ചെയ്യുക. അപ്പോഴും പുതിയൊരാളെ കണ്ടെത്താൻ പ്രയാസമാണ്, യോഗ്യനായിട്ടുള്ള ഒരാള് ഇവരുടെ നടുവിലില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ചു. ശരി, നമുക്ക് അതിനുള്ള വഴി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേനന്റെ ശരീരം, വേനൻ മരിച്ചുവെങ്കിലും വേനന്റെ ശരീരം വേനന്റെ അമ്മ അങ്കന്റെ പത്നിയായ സുനീത എന്ന് പറഞ്ഞ ദേവി, ഈ വേനന്റെ ശരീരം എന്തോ അവർക്ക് തോന്നി എണ്ണത്തോണിയില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ മൊബൈൽ മോർച്ചറി അതിൽ കുറച്ചു കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. അവരുടെ മമത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വംശത്തിന് ഒരു സന്തതി എങ്ങനെയെങ്കിലും ഇതിൽ നിന്നുണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈശ്വര നിശ്ചയം അയമ്മയ്ക്ക് അന്ന് എണ്ണത്തോണിയിലിട്ട് വെക്കാൻ തോന്നി. അപ്പൊ ഈ മുനിമാര് പറഞ്ഞു, അങ്ങനെ ആ ശരീരം ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത തലമുറയെ ജനിപ്പിക്കാം, ഭരണാധികാരിയെ ജനിപ്പിക്കാം, അതിനുള്ള ഒരു പ്രയത്നം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനിമാരൊക്കെ കൂടി വന്ന് ഈ വേനന്റെ ശരീരം എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ തുടകൾ മഥനം ചെയ്തു. അതാണ് ഇവിടെ പറയുന്നുണ്ട്, ഖലജന ബീരുഗൈർ മുനീന്ദ്രൈഹി, ദുഷ്ടജനങ്ങളിൽ നിന്ന് ഭയപ്പെട്ടവരായ മുനീന്ദ്രന്മാരാൽ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ, അവന്റെ മാതാവിനാൽ, തന്മാത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ തന്മാത്രയുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. തസ്യ മാതാവിനാൽ, മാത്ര എന്ന് പറഞ്ഞാൽ മാതാവിനാൽ എന്നുള്ള തൃതീയ വിഭക്തിയാണ്. പിത്ര എന്ന് പറഞ്ഞാൽ പിതാവിനാൽ, ദാത്ര എന്ന് പറഞ്ഞാൽ ദാതാവിനാൽ. അപ്പൊ അതുപോലെ മാത്ര എന്ന് പറഞ്ഞാൽ മാതാവിനാൽ. അപ്പൊ അവന്റെ മാതാവിനാൽ, തന്മാത്ര അവന്റെ മാതാവിനാൽ, ചിരപരിരക്ഷിതേ തദംഗേ, ചിരകാലം രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള വേനന്റെ അംഗത്തെ പരിമതിദാത്, പരിമദനം ചെയ്യപ്പെട്ടപ്പോൾ എന്നർത്ഥം. അങ്ങനെ പരിമദനം ചെയ്തു, അതിനെ കടഞ്ഞു. എവിടെ? ഊരുദണ്ഡാത്, ഊരുദണ്ഡം കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കറുത്ത ഉയരം കുറഞ്ഞൊരു മനുഷ്യനുണ്ടായി വന്നു. അയാള് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു. നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ഇവര്. നിഷീത എന്ന് മുനിമാർ ആജ്ഞാപിച്ചു. അപ്പൊ അവൻ അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നവനെയാണ്, അവന്റെ വംശത്തെയാണ് നിഷാദ വംശം എന്ന് പറയുന്നത്. നിഷീത എന്ന് പറഞ്ഞപ്പോ ഇരുന്നത് കൊണ്ട് അവൻ നിഷാദനായി തീർന്നു. അങ്ങനെ ആ വംശം നിഷാദ വംശം. അപ്പൊ അവൻ അധികാരിയല്ല. എന്താണെന്ന് വെച്ചാൽ ഈ വേനന്റെ ശരീരത്തിലെ പാപങ്ങളെ മുഴുവൻ പുറത്തേക്ക് എടുത്തതാണ് ഈ രൂപത്തിൽ. ഒരു പ്രാകൃതനായിട്ട്, ഒരു എന്താ പറയുക, സംസ്കാരഹീനനായിട്ടുള്ള ഒരു കാട്ടാളനായിട്ട് പുറത്തേക്ക് വന്നു. അതാണ് തെക്താഘേ എന്നുള്ള പ്രയോഗം. തെക്താഘേ, അകങ്ങളെ ത്യജിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തുട കടഞ്ഞ് ഈ നിഷാദനെ പുറത്തേക്ക് എടുത്തപ്പോൾ ഈ വേനന്റെ ശരീരത്തിലുള്ള പാപം മുഴുവൻ പുറത്തേക്ക് വന്നു. ഈ നിഷാദ രൂപത്തിൽ പാപം മുഴുവൻ പുറത്തേക്ക് വന്നു. ഇപ്പൊ വേനന്റെ ശരീരം ശുദ്ധമായി. ആ ശുദ്ധമായ ശരീരത്തിലെ കൈകളിൽ നിന്ന്, അതാണ് എന്താണ് ദോർദണ്ഡേ പരിമതിദേ, ദോർദണ്ഡം, ദോഹോ എന്ന് പറഞ്ഞാൽ കൈത്തണ്ട, അതാണ് ദോഹോ. അതിന്റെ ദണ്ഡം ദോർദണ്ഡങ്ങൾ, കൈത്തണ്ടകൾ. അപ്പൊ കൈത്തണ്ടകൾ രണ്ടെണ്ണവും പരിമതിദേ സതി, പരിമതനം ചെയ്യപ്പോൾ, അതിനെ കടഞ്ഞപ്പോൾ, ഗുരുവായൂരപ്പ ത്വം ആവിരാസീഹി, അങ്ങ് ആവിർഭവിച്ചു. അങ്ങനെ വേനന്റെ തുടകൾ കടഞ്ഞ് അതിലുള്ള മാലിന്യങ്ങൾ, പാപങ്ങളെ മുഴുവൻ നിഷാദ രൂപത്തിൽ പുറത്തേക്കെടുത്തതിന് ശേഷം പിന്നെ കൈത്തണ്ടകളെ മഹാത്മാക്കൾ, ആ ഋഷിമുനിമാർ മദനം ചെയ്തപ്പോൾ ആ കൈത്തണ്ടകൾ മദനം ചെയ്തതിൽ നിന്ന് ഗുരുവായൂരപ്പ അങ്ങ് ആവിർഭവിച്ചു പൃഥുരൂപത്തില്. വിഷ്ണുവിന്റെ തന്നെ ക്ഷത്രിയ അവതാരമായി, അംശാവതാരമായി പൃഥു ചക്രവർത്തിയാവാനായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു. കൂടെ ഒരു മിഥുനമായിട്ട് ഭഗവാന്റെ തന്നെ അനപായിനിയായ ദേവി ലക്ഷ്മി ദേവി കൂടെ വന്നു.
ആ ലക്ഷ്മി ദേവിക്ക് അർച്ചിസ് എന്ന പേര്. അങ്ങനെ ദമ്പതികളായിട്ട് തന്നെ അവർ ആവിർഭവിച്ചു, പൃഥുവും അർച്ചിസും. ആരൊക്കെയാണ്? പൃഥുവും അർച്ചിസും ദമ്പതികളായി വന്നു, വിഷ്ണുവും ലക്ഷ്മിയും. അങ്ങനെ ആ പൃഥുവിന്റെ അവതാരം, അതാണ് ഇവിടെ ത്വം ആവിരാസീഹി, അങ്ങ് ആവിർഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞത്. ആ പൃഥുവിന്റെ ചരിതം 5-ാം ശ്ലോകം മുതൽക്കാണ് ആരംഭിക്കുന്നത്. നമുക്ക് നാളെ കാണാം. ഇന്നിവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇപ്പൊ പൃഥുചരിതം നാളെ തുടങ്ങാം. ഹരി ഓം. ഹരി ഓം.